വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 20ാമത്തെ ശ്ലോകം ചെയ്തു 11ാം സർഗത്തിൽ അല്ലേ, യുദ്ധകാന്ഡം. അപ്പോൾ അതിൽ ദേവേന്ദ്രൻ മാതലിയോട് ഭഗവാനെ പോയി സഹായിക്കാൻ പറയണം രഥവും കൊണ്ട് അല്ലേ. അപ്പം ദേവേന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതലി ദേവേന്ദ്രൻ്റെ നിർദ്ദേശം അനുസരിച്ച് പച്ച നിറത്തിലുള്ള ഇന്ദ്രൻ്റെ കുതിരകളെ ആ വളരെ നല്ല രഥത്തിൽ വേണ്ടതുപോലെ പൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞു അല്ലേ. ഇനി 21. സ്വർഗാജയാർത്ഥം രാമസ്യ ശുഭചക്രാമമാതലി അബ്രവീച്ച തതോ രാമം അപ്രതർക്യരഥേ സ്ഥിതഃ പ്രാഞ്ജലിർദേവരാജേന പ്രേഷിതോസ്മി രഘൂത്തമ. മാതലി രാമസ്യ ജയാർത്ഥം, അതായത് സ്വർഗാജയാർത്ഥം, രാമൻ്റെ ജയത്തിനായിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നും ഉപചക്രാമ പുറപ്പെട്ടു. അപ്രതർക്യരഥേ സ്ഥിത, അത്ര നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രഥത്തിൽ നിൽക്കുന്നവനും പ്രാഞ്ജലി, അതായത് അത്ര കേമായിട്ടുള്ള രഥമാണ്. എത്ര കേമാന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര നല്ല രഥത്തിൽ പ്രാഞ്ജലി പറഞ്ഞാൽ കൈ കൂപ്പിയിട്ട് രഘുത്തമാഹേ രഘുശ്രേഷ്ഠ ദേവരാജനാൽ ദേവേന്ദ്രനാൽ പ്രേഷിത അസ്മി അയക്കപ്പെട്ടവനായി ഭവിക്കുന്നേൻ എന്ന് അബ്രവീതിച്ച പറയുകയും ചെയ്തു. അതായത് മാതലി ഭഗവാന്റെ മുമ്പിലെത്തി. ശ്രീരാമനെ സഹായിക്കാനായിട്ട് മാതലി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ട് രാമൻ്റെ അടുത്ത് എത്തി. ജനങ്ങൾക്ക് കാണാൻ കഴിയാത്തതായ, അതായത് കുറച്ച് നമുക്ക് അവിടെ ഉണ്ടെന്ന് തോന്നൂല്ല, അത്ര കേമായിട്ടുള്ള രഥമാണ്. അവിടെ യുദ്ധകളത്തിലുള്ള ആർക്കും കാണാൻ പറ്റാതെ ഇരിക്കുന്ന ആ മാതലി കയ്യ് ശിരസിൽ വെച്ച് തൊഴുതുകൊണ്ട് രാമനോട് എന്തു പറഞ്ഞു? ഹേ രഘുശ്രേഷ്ഠ, ദേവേന്ദ്രൻ അയച്ചിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അതായത് മാതലിയോട് പിന്നെ വരാൻ പറഞ്ഞിട്ടൊന്നല്ലല്ലോ, ഇന്ദ്രനെ അയച്ചതല്ലേ. അപ്പോൾ വേഗം ശ്രീരാമൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങേ യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് ദിവ്യരഥം കൊണ്ട് ഞാനിത് അവിടെ വന്നിറക്കുകയാണ്, ദേവേന്ദ്രൻ എന്നെ അയച്ചതാണ് പറഞ്ഞു. സ്വർഗാജയാർത്ഥം രാമസ്യ ഉപചക്രാമ മാതലി അബ്രവീച്ച തതോ രാമം അപ്രതർക്യരഥേ സ്ഥിത പ്രാഞ്ജലിർദേവരാജേന പ്രേഷിതോസ്മി രഘൂത്തമ. ബാക്കിയുള്ളവർക്ക് കാണില്ല കേട്ടോ, അങ്ങനത്തെ ഒക്കെ മായൊക്കെ ഇവർക്ക് അസുരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ ഉണ്ട്. ഇനി 22, 23, 24 ഒരു വരി. രഥോയം ദേവരാജസ്യ വിജയായ തവ പ്രഭോ പ്രേഷിതശ്ച മഹാരാജ ധനുരൈന്ദ്രം ച ഭൂഷിതം അഭ്യേദ്യം കവചം ഖൽഗം ദിവ്യതൂണിയുഗം തഥാ ആരുഹ്യ ച രഥം രാവണം ജഹി രാക്ഷസം മയാ സാരഥിനാ ദേവാ വൃതം ദേവപതിര്യഥ. ദേവരാജസ്യ ച ഇന്ദ്രൻ്റെ അയം രഥ, ഈ രഥം പ്രഭോ, ഹേ ഭഗവാനെ, തവ അങ്ങയുടെ വിജയത്തിനായിക്കൊണ്ട് പ്രേഷിത, അങ്ങയ്ക്ക് ജയിക്കാൻ എളുപ്പത്തിന് വേണ്ടി അയച്ചതാണ്, പ്രേഷിതം അയച്ചതാണ്. മഹാരാജ, അല്ലയോ മഹാരാജാവേ, ഭൂഷിതം അലങ്കരിക്കപ്പെട്ട ഇന്ദ്രൻ്റെ ധനുസ്സും വില്ലും അഭേദ്യം മുറിക്കപ്പെടാൻ കഴിയാത്ത കവചവും ഖൽഗും തഥാ തൂണിയുഗം ച തൂണീരവും രാമ, അല്ലയോ രാമ, രഥം തേരിൽ ആരോഹണം ചെയ്തിട്ട് കയറിയിട്ടേ രാക്ഷസം രാക്ഷസായ രാവണനെ ദേവപതി ദേവേന്ദ്രൻ സാരഥിനാമായ ദേവേന്ദ്രൻ്റെ സാരഥിയായ എന്നോടുകൂടി വൃത്രം യഥ വൃത്രാസുരൻ എന്ന പോലെ ജഹി ഹനിച്ചാലും. എന്താ പറയണുണ്ടോ? ഹേ രാമചന്ദ്രപ്രഭോ, അങ്ങയുടെ ജയത്തിന് വേണ്ടിയിട്ട് ദേവേന്ദ്രൻ്റെ ഈ തേര് എൻ്റെ തന്നയച്ചിരിക്കുന്നു. നല്ല അലങ്കാരങ്ങളോട് കൂടിയ ഇന്ദ്രൻ്റെ വില്ലും ശത്രുക്കൾക്ക് ഒരിക്കലും മുറിക്കാൻ കഴിയാത്ത കവചവും വാളും
ദിവ്യമായിട്ടുള്ള 2 തൂണീരവും പിന്നെയോ അയച്ചിട്ടുണ്ട്. ഹേ രാമ, ഈ തേരിൽ കയറി ഇരുന്നിട്ട് ഞാൻ തേര് തെളിക്കാം. തേരാളിയായ എന്നോട് കൂടി ഈ തേരിൽ കയറി ഇരുന്നിട്ട് ദേവേന്ദ്രൻ എങ്ങനെയാണ് വൃത്രാസുരനെ വധിച്ചത് അതുപോലെ അങ്ങ് രാവണനെ വധിച്ചാലും മാതലി പറഞ്ഞു. അതായത് വേഗം ഈ തേരിൽ കയറിക്കോളൂ, ഇതിൽ നല്ല ദിവ്യ അസ്ത്രങ്ങളുണ്ട്, പിന്നെ 2 തൂണീരുണ്ട്, ഒടുങ്ങാത്ത ആവനാഴിയുണ്ട് ഉണ്ട്. അതായത് എത്ര എടുത്താലും ഒടുങ്ങാത്ത ആവനാഴിയുണ്ട്, അമ്പുകളെ എത്ര എടുത്താലും ഒടുങ്ങാത്തതാണ്. പിന്നെ നല്ല ദിവ്യമായിട്ടുള്ള പോർച്ചട്ടയുണ്ട്, ദിവ്യമായിട്ടുള്ള വില്ലുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ സാരഥിയായിട്ട് അങ്ങ് എല്ലാ ദിക്കിലേക്കും തേര് വേണ്ടിടത്തിട്ടൊക്കെ തെളിച്ചോളാം. അങ്ങ് ഇതിൽ കയറിയിട്ട് എങ്ങനെയാണ് ഇന്ദ്രൻ വൃത്രാസുരനെ കൊന്നുവെച്ചാൽ അതുപോലെ അങ്ങ് രാവണനെ നിഗ്രഹിച്ചാലും എന്ന് പറഞ്ഞു. രഥോയം ദേവരാജസ്യ വിജയായ തവ പ്രഭോ പ്രേഷിതശ്ച മഹാരാജ ധനുരൈന്ദ്രം ച ഭൂഷിതം അഭ്യേദ്യം കവചം ഖൽഗം ദിവ്യതൂണീയുഗം തഥാ ആരുഹ്യ ച രഥം രാമ രാവണം ജഹി രാക്ഷസം മയാ സാരഥിനാ ദേവാ വൃതം ദേവപതിര്യഥാ. 25 ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ രഥോത്തമം ആരുരോഹരഥം രാമോ ലോകാം ലക്ഷ്യ നിയോജയൻ ഇതി ഉക്ത്വ. ഇപ്രകാരം പറയപ്പെട്ട രാമൻ, അതായത് രാമനോട് പറഞ്ഞല്ലോ. അപ്പോൾ തം രഥോത്തമം പരിക്രമ്യ, വേഗം ആ ഉത്തമ രഥത്തിനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് ലോകങ്ങളെ ലക്ഷ്മിയ നിയോജയൻ, ലക്ഷ്മിയോട് യോജിപ്പിക്കുന്നവനായിട്ട് രഥം ആരുരോഹ, രഥത്തിൽ കയറി. എന്താ ഇതിൽ പറഞ്ഞാൽ മാതലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ ആ ഉത്തമമായിട്ടുള്ള രഥത്തെ നോക്കൂ, എത്ര വിനയാണല്ലേ. ആ രഥത്തിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു, ഇന്ദ്രൻ്റെ രഥത്തിനെ. എന്നിട്ട് ലോകങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കണം എന്ന് തീർച്ചയാക്കിയിട്ട് തേരിൽ കയറിയിരുന്നു. അതായത് ലക്ഷ്മി, അതാണ് അങ്ങനെ പറഞ്ഞതേ, ലക്ഷ്മിയോട് യോജിപ്പിക്കുന്നവനായിട്ട് വെച്ചാൽ ഈ രാവണനെ കൊന്നിട്ട് ലോകത്തിന് ഐശ്വര്യം ഉണ്ടാക്കാനാണ്, അതാണ് പറഞ്ഞത്. ലോകത്തിന് ഐശ്വര്യമുണ്ടാക്കുവാൻ നിശ്ചയിച്ചവനായിട്ട് തേരിൽ കയറിയിരുന്നു. അതായത് ഈ ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യുന്ന രാവണനെ നിഗ്രഹിക്കുമ്പോൾ ലോകത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ലക്ഷ്മിയോട് യോജിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രാവണനെ സംഹരിക്കാനായിട്ട് ഇന്ദ്രൻ മാതൃകയിൽ കൊടുത്തയച്ച രഥത്തിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് രാവണനെ വധിക്കാനായിക്കൊണ്ട്, എന്നിട്ട് ലോകത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനായിക്കൊണ്ട് തേരിൽ കയറി. അപ്പോൾ ഇത്യുക്തസ്തം പരിക്രമ്യ നമസ്കൃത്യ രഥോത്തമം ആരുരോഹ രഥം രാമോ ലോകാം ലക്ഷ്മിയ നിയോജയൻ. ലക്ഷ്മി നിയോജിച്ച ഐശ്വര്യം ഉണ്ടാക്കാൻ, ലോകത്തിലെ ലക്ഷ്മി ഐശ്വര്യമാണല്ലോ. തതോ അഭവൻ മഹായുദ്ധം, തതഃ അഭവൻ മഹായുദ്ധം ഒന്നിച്ചാണ്. തതോഭവൻ മഹായുദ്ധം ഭൈരവം രോമഹർഷണം മഹാത്മനോ രാഘവസ്യ രാവണസ്യ ച ധീമത. അതിനുശേഷം തഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം മഹാത്മന രാഘവസ്യ, മഹാത്മാവായ രാമനും ധീമത രാവണസ്യ, ബുദ്ധിമാനായ രാവണനും തമ്മിൽ ഭൈരവം ചണ്ട, ഭയങ്കരം രോമഹർഷണം, രോമാഞ്ചം നമുക്കുണ്ടാക്കുന്ന അത്ര മഹായുദ്ധം അഭവത് ഉണ്ടായി. എന്താ പറഞ്ഞാൽ വെച്ചാൽ യുദ്ധത്തിന് പോയി പറഞ്ഞൂല. അതിനുശേഷം ആ രാമനും രാവണനും തമ്മിലുണ്ടായ മഹായുദ്ധം കണ്ടാൽ കാണുന്നവർക്ക് രോമാഞ്ചം ഉണ്ടാക്കും, അത്ര ഭയങ്കരമായിട്ടുള്ള യുദ്ധം. തതോഭവൻ മഹായുദ്ധം ഭൈരവം രോമഹർഷണം, ഭീകരമാണ്, ഭൈരവമാണ്, മഹാഭയങ്കരമാണ്. രോമഹർഷണം മഹാത്മനോ രാഘവസ്യ രാവണസ്യ ച ധീമത. എന്താ കഥ? 2 വലിയ ശക്തന്മാർ തമ്മിൽ, ബലവാന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ. ആഗ്നേയേന ച ആഗ്നേയം ദൈവം ദൈവേന രാഘവ അസ്ത്രം രാക്ഷസരാജസ്യ ജഘാന പരമാസ്ത്രവിദ്. പരമാസ്ത്രവിദ് രാഘവ, അതായത്
എല്ലാ ഉത്തമാസ്ത്രങ്ങളും ഉപയോഗിക്കാൻ അറിയുന്ന ശ്രീരാമൻ രാക്ഷസരാജസ്യ രാവണൻ്റെ ആഗ്നേയാസ്ത്രത്തെ അഗ്നി മന്ത്രം ചൊല്ലിയിട്ട് ആഗ്നേയാസ്ത്രം കൊണ്ടും ദൈവാസ്ത്രത്തെ ദൈവാസ്ത്രം കൊണ്ടും ജഘാന. അതായത് ആഗ്നേയാസ്ത്രം കൊണ്ട് തന്നെ വേണം തടുക്കാനേ, അല്ലെങ്കിൽ നശിപ്പിക്കാൻ. ദൈവാസ്ത്രത്തിന് ദൈവാസ്ത്രം, അതൊക്കെ രാവണനും അറിയാം, ഭഗവാനും അറിയാം. അതാണ് അത്യുത്തമാസ്ത്രങ്ങളെല്ലാം അറിയുന്ന രാമൻ എന്താ ചെയ്ത്, രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചപ്പോൾ അതിനെ ആഗ്നേയാസ്ത്രം കൊണ്ട് തന്നെ നേരിട്ടു. ദൈവാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ശ്രീരാമൻ ദൈവാസ്ത്രം കൊണ്ട് തന്നെ അതിനെ നേരിട്ടു എന്ന് പറഞ്ഞാണ്. ആഗ്നേയേന ച ആഗ്നേയം ദൈവം ദൈവേന രാഘവ അസ്ത്രം രാക്ഷസരാജസ്യ ജഘാന പരമാസ്ത്രവിദ് തതസ്തു സസൃജേ ഘോരം രാക്ഷസം ചാസ്ത്രമസ്ത്രവിദ് അസ്ത്രവിത്ത് ക്രോധേന മഹതാവിഷ്ടോ രാമസ്യോപരി രാവണ തഥാത്തു. അതിനുശേഷം അസ്ത്രവിദ് രാവണ, അസ്ത്രങ്ങളെ അറിയുന്ന രാവണൻ മഹതാ ക്രോധേന, ഭയങ്കര ദേഷ്യത്തിൽ ദേഷ്യം വന്നവനായിട്ട് ഘോരം രാക്ഷസം അസ്ത്രം, ഭയങ്കരമായ രാക്ഷസാസ്ത്രത്തെ രാമസ്യ ഉപരി, രാമനുമേൽ സസൃജേ ഉപയോഗിച്ചു. അസ്ത്രങ്ങളെ നല്ല ജ്ഞാനമുള്ള രാവണൻ ഭയങ്കര കോപത്തോടു കൂടിയിട്ട് രാമൻ്റെ മേലെ ഭയങ്കരമായ രാക്ഷസം എന്ന് പേരുള്ള ഒരു അസ്ത്രം പ്രയോഗിച്ചു. തതസ്തു സസൃജേ ഘോരം രാക്ഷസം ചാസ്ത്രമസ്ത്രവിദ് ക്രോധേന മഹതാവിഷ്ടോ രാമസ്യോപരി രാവണ രാവണസ്യ ധനുർമുക്ത സർപ്പാ ഭൂത്വാ മഹാവിഷാ ശരാ കാഞ്ചന പുംഖാഭ രാഘവം പരിതോപതൻ. രാവണൻ്റെ ധനുർമുക്ത, അതായത് വില്ലിൽ നിന്ന് വരുന്ന കാഞ്ചന പുംഖാഭാഹ ശരാഹ, സ്വർണപ്പിടികളുടെ ശോഭ ഉള്ള അസ്ത്രങ്ങൾ അല്ലെങ്കിൽ അമ്പുകൾ, മഹാവിഷ സർപ്പഭൂത്വ, അതൊക്കെ മഹത്തായ വിഷത്തോടു കൂടിയ സർപ്പങ്ങളായി. അത് വിടുമ്പോൾ വെറും അസ്ത്രമാണ്, രാമൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും വിഷസർപ്പങ്ങളായി. രാഘവം പരിത, രാമൻ്റെ 4 ഭാഗത്തും അപതൻ ചാൽ പതിച്ചു. ഈ രാവണൻ്റെ വില്ലിൽ നിന്ന് അയച്ചതും അല്ലെങ്കിൽ അതിൽ നിന്ന് പുറപ്പെട്ടതും സ്വർണപ്പിടികൾ കൊണ്ട് പ്രകാശിക്കുന്നതുമായ ഈ അമ്പുകൾ പെട്ടെന്ന് മഹാവിഷമുള്ള സർപ്പങ്ങളായി തീർന്ന് ഈ രാമൻ്റെ 4 ഭാഗത്തും വീണു. സർപ്പാസ്ത്രം, രാക്ഷസാസ്ത്രമാണ് കേട്ടോ. ഈ രാക്ഷസാസ്ത്രം രാക്ഷസാസ്ത്രം അല്ലെങ്കിൽ ഇപ്പോൾ രാവണൻ ഉപയോഗിച്ച അസ്ത്രം വളരെ ഒരു മാരകമായിട്ടുള്ള അസ്ത്രമാണ്. കാരണം കയ്യിൽ നിന്ന് വിട്ടപ്പോൾ നല്ല സ്വർണ്ണപ്പിടിയുള്ള അമ്പുകളാണ്. പക്ഷേ രാമൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും അത് വിഷസർപ്പങ്ങളായിട്ട് 4 ഭാഗത്തും വീണു എന്ന്. രാവണസ്യ ധനുർമുക്ത സർപ്പാ ഭൂത്വാ മഹാവിഷാ ശരാ കാഞ്ചന പുംഖാഭ രാഘവം പരിതോപതൻ. അടുത്തു വന്ന് വീണപ്പോഴേക്കും സർപ്പങ്ങളായി. തൈ ശരൈ സർപ്പവദനീർവമദ്ഭിരനലം മുഖൈ ദിശശ്ച വിദിശശ്ചൈവ വ്യാപ്താസ്തത്ര തഥാ ഭവൻ. സർപ്പവദനൈ, സർപ്പങ്ങളുടെ മുഖം പോലിരിക്കുന്ന മുഖത്തോടു കൂടിയവയും, മുഖൈഹി അനലം വമദ്ഭി, മുഖങ്ങളിൽ നിന്ന് അഗ്നി ഇങ്ങനെ, അതായത് വായന്നേ ആ സർപ്പാസ്ത്രത്തിൻ്റെ വായെന്ന് അഗ്നി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്. തൈഹി ശരൈ, ആ അസ്ത്രങ്ങൾ കൊണ്ട് ദിശ വിദിശ, എല്ലാ ദിക്കുകളും തഥാ തത്ര വ്യാപ്ത അഭവൻ, അപ്പോൾ അവിടെ നിറഞ്ഞു ആ അസ്ത്രങ്ങളെ കൊണ്ട്. എന്താ പറയുക പറയണേ, സർപ്പങ്ങളുടെ മുഖം പോലെ ഇരിക്കുന്ന മുഖത്തോടു കൂടിയവയും മുഖത്തുനിന്ന് അഗ്നി ഇങ്ങനെ പുറപ്പെടുവിക്കുന്നതുമായ ആ അമ്പുകൾ, ശരങ്ങൾ, അപ്പോൾ അവിടെ സർവ്വദിക്കുകളിലും, പിന്നെ ഈവൻ 4 ദിക്കല്ല 4 കോണുകളിലും, ദിശ വിദിശ പറഞ്ഞുവല്ലോ, 4 ദിക്കുകളിലും കോണുകളിലും എല്ലാം വ്യാപിച്ചു എന്ന്. ഈ രാവണൻ അയച്ച അസ്ത്രം പറഞ്ഞില്ലേ, വിഷസർപ്പങ്ങളെപ്പോലെ മുഖത്തുനിന്ന് തീയിങ്ങനെ വമിക്കുന്നുണ്ട്. അങ്ങനത്തെ
അസ്ത്രങ്ങൾ 4 പാടും വ്യാപിച്ചു, കോണുകളിലും. തൈശരൈ സർപ്പവദനീർ വമദ്ഭിരനലം മുഖൈ ദിശശ്ച വിദിശശ്ചൈവ വ്യാപ്താസ്തത്ര തഥാഭവൻ. എല്ലാ ദിക്കുകളിലും കോണുകളിലും വ്യാപിച്ചു. രാമസർപ്പാംസ്തതോ ദൃഷ്ട്വാ സമന്താൽ പരിപൂരിതാൻ സൗപർണമസ്ത്രം തദ്ഘോരം പുര പ്രാവർത്തയത് രണേ. തഥാ രാമ, അത് കണ്ടപ്പോൾ രാമൻ സമന്താൽ 4 ഭാഗത്തും പരിപൂരിതാൻ സർപ്പാൻ നിറഞ്ഞിരിക്കുന്ന ഈ വിഷസർപ്പങ്ങളെ കണ്ടിട്ട് ദർശിച്ചിട്ട് പുരഹ മുൻപിൽ സൗപർണം തദ്ഘോരം അസ്ത്രം സുവർണനെ, അതായത് ഗരുഡനെ ബന്ധിച്ചതായ ആ ഭയങ്കരാസ്ത്രത്തെ രണത്തിൽ പ്രാവർത്തയത്. അതായത് പാമ്പുകളെ എതിർക്കാൻ ഏറ്റവും നല്ലത് ഗരുഡനാണല്ലോ. അതാണ് 4 ഭാഗത്തും സർപ്പങ്ങൾ അങ്ങോട്ട് 4 ഭാഗത്തും നിറഞ്ഞത് കണ്ടിട്ട് രാമൻ ഉടനെ ഈ സർപ്പങ്ങളുടെ മുമ്പിൽ അവർക്ക് പേടിയാവാൻ വേണ്ടിയിട്ടേ ഭയങ്കരമായിട്ടുള്ള ഗരുഡാസ്ത്രത്തെ ഉപയോഗിച്ചു. അതായത് സർപ്പാസ്ത്രത്തിനെ എതിർക്കാൻ ഏറ്റവും ഇഫക്റ്റീവ്, ഫലപ്രദം ഏതാണ്? ഗരുഡാസ്ത്രം. അപ്പോൾ ഗരുഡാസ്ത്രം ഉപയോഗിച്ചു. രാമസർപ്പാംസ്തതോ ദൃഷ്ട്വാ സമന്താൽ പരിപൂരിതാൻ സൗപർണമസ്ത്രം തദ്ഘോരം. സുവർണൻ ആരാണ്? ഗരുഡനാണ്. സൗപർണമസ്ത്രം തദ്ഘോരം പുരപ്രാവർത്തയത് രണേ. യുദ്ധത്തിൽ ഗരുഡാസ്ത്രം, അതായത് സർപ്പാസ്ത്രത്തിനെ എതിർക്കാൻ ഗരുഡാസ്ത്രം. രാമേണ മുക്താസ്തേ ബാണ ഭൂത്വാ ഗരുഡരൂപിണ ചിച്ഛിതു സർപ്പബാണാംസ്താൻ സമന്താൽ സർപ്പശത്രവഃ. രാമനാൽ മുക്തച്ച അയച്ച തേ ബാണ, ആ ഗരുഡബാണങ്ങൾ സർപ്പശത്രുക്കളായ ഗരുഡരൂപിണ ഭൂത്വ, ഗരുഡരൂപത്തിലുള്ളതായി ഭവിച്ചിട്ട്, അതായത് സർപ്പത്തിൻ്റെ മുമ്പിൽ ഗരുഡനായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഈ അസ്ത്രങ്ങൾ. അതായത് രാവണൻ്റെ അസ്ത്രങ്ങൾ സർപ്പമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീരാമൻ്റെ അസ്ത്രങ്ങൾ ഗരുഡായി പ്രത്യക്ഷപ്പെട്ടിട്ട് സമന്താൽ 4 ഭാഗത്തുമുള്ള താൻ സർപ്പബാണാൻ, ആ സർപ്പബാണങ്ങളെ ചിച്ഛിതു എല്ലാം മുറിച്ചു. രാമൻ പ്രയോഗിച്ച ആ ഗരുഡ ബാണങ്ങൾ സർപ്പശത്രുക്കളായ ഗരുഡപക്ഷികളായി ഭവിച്ചിട്ട്, ആ രാമൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെ ഗരുഡന്മാരായി. എന്നിട്ട് 4 ഭാഗത്തുള്ള സർപ്പബാണങ്ങളെ മുറിച്ചു. രാമേണ മുക്താസ്തേ ബാണ ഭൂത്വ ഗരുഡരൂപികളായിട്ടുള്ള അസ്ത്രങ്ങളായി ഭവിച്ചു. ചിച്ഛിതു മുറിച്ചു. സർപ്പബാണാം സ്ഥാൻ സമന്താൽ സർപ്പശത്രുവല്ലേ, അതിനെയൊക്കെ മുറിച്ചു. അസ്ത്രേ പ്രതിഹതേ യുദ്ധേ രാമേണ ദശകന്ധര അഭ്യവർഷത്തതോ രാമം ഘോരാഭി ശരവൃഷ്ടിഭി. യുദ്ധത്തിൽ രാമനാൽ അസ്ത്രേ പ്രതിഹൃതേ, അസ്ത്രം തടുക്കപ്പെട്ടപ്പോൾ ദശകന്ധര, അതായത് രാവണൻ തതഃ അനന്തരം ഘോരാഭി ശരവൃഷ്ടിഭി, ഘോരങ്ങളായ അമ്പ് മഴ, ബാണം കൊണ്ട് മഴ രാമനെ വർഷിച്ചു. ശരിക്കും അമ്പുകൊണ്ടുള്ള വർഷം ചെയ്തു. യുദ്ധത്തിൽ ഇങ്ങനെ സർപ്പാസ്ത്രം ഗരുഡാസ്ത്രത്താൽ സംഹരിക്കപ്പെട്ടപ്പോൾ, സർപ്പാസ്ത്രത്തിനെ മുഴുവൻ ഗരുഡാസ്ത്രം കൊണ്ട് സംഹരിച്ചല്ലോ രാമൻ. അപ്പോൾ ഉടനെ രാവണൻ ഭയങ്കരങ്ങളായിട്ടുള്ള വേറെ അമ്പുകളുണ്ട് രാമനെ വർഷിച്ചു. രാമൻ്റെ മേൽ വേറെ അനവധി ബാണങ്ങൾ വർഷിച്ചു. അസ്ത്രേ പ്രതിഹതേ യുദ്ധേ രാമേണ ദശകന്ധര അഭ്യവർഷത്തതോ രാമം ഘോരാഭി ശരവൃഷ്ടിഭി. 34-35 തത പുനഃശരാനീകൈ രാമമക്ലിഷ്ടകാരിണം അർദ്ധയിത്വാതു ഘോരേണ മാതലിം പ്രത്യവിധ്യത. 35 പാതയിത്വാ രഥോപസ്ഥേ രഥകേതും ച കാഞ്ചനം ഐന്ദ്രാനശ്വാനഭ്യഹനദ്രാവണ ക്രോധമൂർച്ഛിത. അഭ്യഹനദ്രാവണ, അക്ലിഷ്ടകാരിണം രാമം. ഒരു നിഷ്പ്രയാസമാണ് ശ്രീരാമനെല്ലാം ചെയ്യണത്. അതാണ് അക്ലിഷ്ടം, ക്ലേശമില്ലാതെ ചെയ്യുന്ന രാമനെ ശരാനീകൈഹി, ഈ ബാണവർഷം കൊണ്ട് അർദ്ധയിത്വ മുറിപ്പെടുത്തിയിട്ട്
തതപ്പുന അതിനുശേഷം ഘോരേണ ഭയങ്കരമായ ശരത്താൽ മാതലിം പ്രത്യവിദ്യത, മാതലിയുടെ മേലിക്ക് ശരം, രഥത്തിൻ്റെ സാരഥിയാണല്ലോ, മാതലിയുടെ മേലിക്ക് അമ്പുകൾ അയച്ചു. കാഞ്ചനം രഥകേതും, ആ സ്വർണമയമായിട്ടുള്ള ആ തേരിലത്തെ കൊടിയെ രഥോപസ്ഥയെ തേർത്തട്ടിൽ പാതയിത്വ, ആ കൊടിയൊക്കെ അസ്ത്രം കൊണ്ട് താഴത്തേക്ക് വീണു, അതായത് വീഴ്ത്തി. ക്രോധമൂർച്ഛിത രാവണ, വളരെ ക്രോധത്തോടു കൂടിയ രാവണൻ ഐന്ദ്രാൻ അശ്വാൻ, ഇന്ദ്രൻ്റെ അശ്വങ്ങളെ അഭ്യഹനത്ത് കൊന്നു. എന്താ രാവണൻ നല്ല ഇതുണ്ടല്ലോ, എന്താ ചെയ്ത്? വളരെ നിഷ്പ്രയാസം യുദ്ധം ചെയ്യുന്ന രാമനെ കണ്ടിട്ട് അനേക ബാണങ്ങൾ എയ്തിട്ട് രാമനെ മുറിപ്പെടുത്തി. എന്നിട്ടോ അതിനുശേഷം രാമനെ അനവധി ബാണങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തി. കാരണം നിഷ്പ്രയാസം യുദ്ധം ചെയ്യണത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട്, എന്നിട്ട് ഭയങ്കരമായ ഒരു ശര അയച്ചിട്ട് മാതലി 4 ഭാഗത്ത് മുറിപ്പെടുത്തി. മാതലിയുടെ മേലും. അത് മാത്രമല്ല, സ്വർണ്ണക്കുടി മുറിച്ചിട്ടു. അതായത് സ്വർണ്ണക്കൊടി ഇന്ദ്രൻ്റെ തേരിലത്തെ ആ സ്വർണ്ണക്കൊടി രാവണൻ്റെ അമ്പുകൊണ്ട് മുറിച്ച് വീഴ്ത്തി. പിന്നെ അതിക്രുദ്ധനായിട്ട് രാവണൻ ആ പച്ചക്കുതിരകളെ പറഞ്ഞില്ലേ, ആ ഇന്ദ്രൻ്റെ വിശേഷപ്പെട്ട കുതിരകളാണ്, ഇന്ദ്രൻ്റെ വിശേഷപ്പെട്ട ആ പച്ചക്കുതിരകളുടെ ദേഹത്തിൽ മുഴുവൻ മുറിയാക്കി. കൊന്നു പറഞ്ഞിട്ടില്ല, ദേഹം മുഴുവൻ മുറിയാക്കി ആ കുതിരകളെ. കൊടി വീഴ്ത്തി, മാതലിയെ മുറിയാക്കി, ഭഗവാനെ മുറിയാക്കി, ഇതൊക്കെ ചെയ്തു. തത പുനഃശരാനീകൈ രാമമക്ലിഷ്ടകാരിണം അർദ്ധയിത്വാ ദുഘോരേണ മാതലിം പ്രത്യവിദ്ധ്യത പാതയിത്വാ രഥോപസ്ഥേ രഥകേതും ച കാഞ്ചനം ഐന്ദ്രാൻ അശ്വാൻ അഭ്യഹന ദ്രാവണ ക്രോധമൂർച്ഛിത. ഇനി 36. വിഷേദുർദേവഗന്ധർവാ ചാരണാ പിതരസ്തഥാ ആർത്താകാരം ഹരിം ദൃഷ്ട്വാ വ്യഥിതാശ്ച മഹർഷയാ വ്യഥിത വാനരേന്ദ്രാശ്ച ബഭൂസ വിഭീഷണ. എല്ലാവർക്കും വിഷമായി. കാരണം ശ്രീരാമൻ്റെ മേല് മുറിയായി, മാതലിയുടെ മേല് മുറിയായി, കുതിരകളൊക്കെ വല്ലാതെ മുറിഞ്ഞ് വേദനിച്ച് പൊളയാൻ തുടങ്ങി. ആർത്താകാരം, ആർത്തമായിരിക്കുന്ന, അതായത് ദുഃഖം തോന്നിക്കുന്ന ആകൃതിയോട് കൂടിയ ഹരിം രാമനെ, മേല് മുഴുവൻ മുറിയായിട്ടുള്ള രാമനെ ദൃഷ്ട്വ കണ്ടിട്ട് ദേവഗന്ധർവ ദേവന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും തഥാ പിതൃക്കളും വിഷേതു ദുഃഖിച്ചു. മഹർഷയാച്ച മഹർഷിമാരും വ്യഥിത ദുഃഖിതരായി. വിഭീഷണോടുകൂടിയ വാനരേന്ദ്രാച്ച വിഭീഷണൻ്റെ ഒപ്പം നിൽക്കണ വാനരശ്രേഷ്ഠന്മാരും വ്യഥിത അല്ലാതെ പേടിക്കും ദുഃഖിക്കുകയും ചെയ്തു. എന്താച്ചാൽ ഈ ഭഗവാൻ മേലൊക്കെ മുറിഞ്ഞിട്ട് ദുഃഖിതനാണെന്ന് പറഞ്ഞാൽ മേലൊക്കെ മുറിഞ്ഞ ഒരാളെ കാണുമ്പോൾ ദയനീയമായിട്ട് തോന്നൂലോ. ഭഗവാൻ ഒരിക്കലും ഒരു ദയനീയതയില്ല, ദുഃഖമില്ല. എങ്കിലും ദുഃഖമുള്ളവനെന്ന ഭാവത്തിൽ ശ്രീരാമൻ നടിച്ചു. ഉണ്ടെന്ന് ഭാവിക്കുന്ന ദുഃഖമുള്ളവനെന്ന ഭാവത്തിൽ ഇരിക്കുന്ന രാമനെ കണ്ടിട്ട് ദേവന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും പിതൃക്കളും ദുഃഖിച്ചു. പോരാ, മഹർഷിമാരും വിഭീഷണനും കൂടെയുള്ള വാനരശ്രേഷ്ഠന്മാരും ഒക്കെ ദുഃഖിച്ചു ഭഗവാന്റെ അവസ്ഥ കണ്ടിട്ട്. വിഷേദുർദേവഗന്ധർവാശ്ചാരണാ പിതരസ്തഥാ ആർത്താകാരം ഹരിം ദൃഷ്ട്വാ വ്യഥിതാശ്ച മഹർഷയ വ്യഥിത വാനരേന്ദ്രാശ്ച ബഭൂസ വിഭീഷണ. നമുക്ക് 37 കൂടി ചെയ്യാം. ദശാസ്യോ വിംശതിഭുജ പ്രഗൃഹീത ശരാസന ദദൃശേ രാവണസ്തത്ര മൈനാക ഇവ പർവ്വത. ദശാസ്യ എന്താ വെച്ചാൽ 10 മുഖല്ലേ രാവണന്. 10 തല പറഞ്ഞ 10 മുഖല്ലേ, 10 മുഖങ്ങൾ. ആസ്യം ച മുഖാണ്. 10 മുഖങ്ങളോടുകൂടിയവനും വിംശതി ഭുജ 20 കൈകളോടും പ്രഗൃഹീത ശരാസന 20 കൈയിലും പിടിച്ചിട്ടുള്ള വില്ലോടും കൂടിയ രാവണൻ തത്ര അവിടെ മൈനാകപർവ്വതം ഇവ മൈനാകപർവ്വതം പോലെ ദർശിക്കപ്പെട്ടു. എന്താ പറഞ്ഞ 10 മുഖങ്ങളും 20 കൈകളും. ആ 20 കൈകളിൽ വില്ലും കയ്യിൽ പിടിച്ചിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന രാവണനെ കണ്ടാൽ
മൈനാക പർവ്വതം വന്ന് അത്ര വലിപ്പണ്ടേ, മൈനാക പർവ്വതം തന്നെ വന്ന് നിൽക്കുക തോന്നുന്ന. അതായത് 10 തലയുണ്ട വലിയ തലകളാ, 20 കൈയുണ്ട്, അതിൽ മുഴുവൻ അമ്പും വില്ലും പിടിച്ചിരുന്നു. അത്ര ഭീമാകാരനാണ്. അത് കാരണം കണ്ടാൽ മൈനാക പർവ്വതമാണ് യുദ്ധക്കളത്തിൽ വന്ന് നിൽക്കണം എന്നുള്ള പോലെ കാണപ്പെട്ടു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവർക്കൊക്കെ വളരെ സങ്കടവും പേടിയായി എന്ന് പറഞ്ഞ് മൈനാകം പോലെ രാവണൻ അവിടെ കാണപ്പെട്ടു പറഞ്ഞ് നിർത്താം നമുക്ക്. ദശാസ്യോ വിംശതിഭുജ പ്രഗൃഹീത ശരാസന ദദൃശേ രാവണസ്തത്ര മൈനാക ഇവ പർവ്വത. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.